ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFIയുടെ അഭിപ്രായം 10ാം ക്ലാസ് പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പഠിക്കാൻ അല്ലെങ്കിൽ തത്തുല്യമായ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കാൻ ആവശ്യമായ അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് മലബാറിലും ഉണ്ടാകണം, മധ്യ കേരളത്തിലും ഉണ്ടാകണം, തെക്കൻ കേരളത്തിലും ഉണ്ടാകണം, കേരളത്തിൽ പൂർണ്ണമായി ഉണ്ടാകണം, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടാകണം. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാകണമെന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ മലബാറിൽ നിങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കണമെന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് SFIക്കുള്ളത്. അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താത്തത് എന്തുകൊണ്ടാണ്? സർക്കാരിൽ കൃത്യമായി SFI സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സീറ്റ് വർധന ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും MSFന്റെയും പ്രതിനിധികൾ മറുപടി പറയേണ്ട കാര്യം, കേരളത്തിൽ ഈ +2 കോഴ്സ് ആരംഭിച്ചതിന് ശേഷം, പ്രീ ഡിഗ്രി അവസാനിപ്പിച്ച് +2 കോഴ്സ് ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ കേരളത്തിലെ ഭരണതലങ്ങളിൽ UDF വന്നപ്പോഴെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഭരിച്ച കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു മലബാറിലെ +1 സീറ്റുകൾ എന്നുള്ളതിൽ ഒരു ആത്മവിചിന്തനം നടത്താൻ മുസ്ലിം ലീഗും MSFും തയ്യാറാകണം. ഏതായാലും ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്തെ അപേക്ഷിച്ച് മലബാറിൽ +1 സീറ്റുകളും കോഴ്സുകളും വർദ്ധിപ്പിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ SFIയെ പോലെയുള്ള സംഘടനകളുടെ ശക്തമായ സമ്മർദ്ദമുണ്ട്. 8 വർഷത്തിൽ ഒരു പുതിയ ബാച്ച് പോലും അനുവദിച്ചിട്ടില്ല സ്ഥിരമായി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സാദിഖ്, ആ ആക്ഷേപം വളരെ വസ്തുതാ വിരുദ്ധമാണ്. ഈ കേരളത്തിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലബാറിൽ അനുവദിക്കപ്പെട്ട +2 സീറ്റുകളെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തേണ്ടതാണ്. ഏതായാലും നടത്തിയതുപോലെയുള്ള ഇടപാട് എന്തായാലും ഞങ്ങൾ നടത്തിയിട്ടില്ല. KM ഷാജി കോഴ വാങ്ങിയിട്ട് +2 സീറ്റ് അനുവദിച്ചത് പോലെയുള്ള അനുവാദം അനുവദിക്കൽ ഇക്കാലയളവിൽ ഉണ്ടായിട്ടില്ല. അതായിരിക്കും ശംസുദ്ദീൻ ഉദ്ദേശിച്ചത്. കോഴ വാങ്ങിയിട്ട് സീറ്റ് അനുവദിക്കുന്ന KM ഷാജിയുടെ മാന്യമായി സീറ്റ് ഇവിടെ ഈ +2വിന്റെ അന്തരം തുടങ്ങുന്നത് 98ലാണ് പൂർണ്ണമായും കേരളത്തിൽ പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്ത് +2 തുടങ്ങിയത്. അന്ന് തെക്കൻ കേരളത്തിൽ അനുവദിച്ചതിൻ്റെ പകുതിയാണ് അന്ന് ഇടതുപക്ഷ സർക്കാരാണ് വടക്കൻ കേരളത്തിൽ കൊടുത്തത്. അവിടെയാണ് ഇതിൻ്റെ തുടക്കം പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീട് വന്ന ഗവൺമെൻറ്റുകളിൽ LDF ഗവൺമെൻറ് കാര്യമായ തോതിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? അല്ല, പറയട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൽ 1400 ബാച്ചുകൾ കൊടുത്തു. അതിൽ ഭൂരിഭാഗവും ഈ സീറ്റ് കുറവുള്ള പാലക്കാട് മുതൽ കാസർഗോഡ് വരെയായിരുന്നു. അതിൽ മലപ്പുറം ജില്ലയിലും കാര്യമായിട്ട് കൊടുത്തു. അന്ന് കൊടുത്ത 1400 ബാച്ച് കൊണ്ട് മലബാർ മേഖലയിൽ 1,00,000 വിദ്യാർത്ഥികളുടെ അധികമായിട്ട് +2വിന് ലഭിച്ചു. ഞങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ, ഇപ്പോൾ എൻ്റെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ അന്ന് 1000-ൽ പരം സീറ്റുകൾ പുതുതായിട്ട് ആ 1400 ബാച്ച് കൊടുത്തതിനെ തുടർന്ന് ലഭിക്കുകയുണ്ടായി. എന്നാൽ അവിടെ SFIൻ്റെ സ്നേഹത്തിനെ പറ്റിയൊരു തെറ്റ്, 2016 ശേഷം ഈ മാർജിനൽ ഇൻക്രീസ് അല്ലാതെ ഈ 8 കൊല്ലം പുതിയ ബാച്ചുകൾ നൽകിയില്ല. റിസൾട്ട് ഓരോ കൊല്ലവും വർദ്ധിക്കുകയും സീറ്റ് പുതുതായിട്ട് കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നെ കാർത്തികേയൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്, നിങ്ങളുടെ ഗവൺമെൻറ് വെച്ചതാണ് 2-3 വർഷം മുമ്പ്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മലബാർ മേഖലയിൽ ഏറ്റവും ചുരുങ്ങിയത് 150 ബാച്ചുകളെങ്കിലും അധികമായിട്ട് നൽകണം എന്ന് പറയുന്നുണ്ട്. അത് ആ റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തി. ഞാനിന്നത് അടിയന്തര പ്രമേയത്തിൽ കൃത്യമായിട്ട് ചോദിച്ചു, മന്ത്രിക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന കാർത്തികേയനെ നിങ്ങൾ കമ്മിറ്റിയായിട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 150 ബാച്ചെങ്കിലും പുതുതായി അനുവദിക്കണം എന്നാണ്. Debate with Arun Kumar.